ഹലോ ഗൈസ്, അപ്പൊ അന്ന് ഞങ്ങള് ഉണ്ടാക്കാൻ പോകുന്ന അറബിക് ചിക്കൻ കറിയാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള മസാലയാണിത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 സ്പൂൺ ഏലക്കായ, 1 സ്പൂൺ പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം, 1 സ്പൂണ് മല്ലി, 1 ചെറുനാരങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. വറക്കണില്ല, ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിൽ 1 സ്പൂണ് അപ്പൊ ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾ പൊടി ഞാനിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ചൂടാറിയതിന് നല്ല അറബിക് കറി പൗഡറാണിത്. നല്ല സൂപ്പർ കറി പൗഡർ. ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയായി കഴിഞ്ഞ് നേരെ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബേ ലീഫ്, പട്ട, ഏലക്കായലും ചേർത്ത് കൊടുക്കുക. അതിന് ഡ്രൈ ലെമണും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 2 ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നന്നായി കുക്ക് ചെയ്യുക. ഇനി നമുക്ക് ടോപ്പം തുറന്നു നോക്കാം. എല്ലാം ഉഷാറായി കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള അറബിക് കറി പൗഡർ, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് നന്നായി അടച്ചു വെച്ചിട്ട് വീണ്ടും കുറച്ചു നേരം കൂടെ വേവിച്ചെടുക്കുക. നിങ്ങൾ സാറിനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് അളവ് വന്നിട്ട് നിങ്ങൾക്ക് കട്ടിയാണ് വേണമെങ്കിൽ കട്ടി, ലൂസാണെങ്കിൽ വേണ്ട ലൂസ്. അപ്പൊ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഒന്നുകൂടെ വേവിച്ചെടുത്ത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കണം. അറബിക് കറിയിൽ വെജിറ്റബിൾ ചേർക്കും. ഉരുളൻകിഴങ്ങ്, ചിരങ്ങ, ക്യാപ്സിക്കൻ, ക്യാരറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം എല്ലാം കൂടെ വെന്തതിന് ശേഷമാണ് നമ്മൾ സാലഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ആൻഡ് വെജിറ്റബിൾ ആണ് ഇത് അറബിയുള്ള സാലഡ. അപ്പോൾ നമ്മൾക്ക് അവിടെ കഴിക്കാൻ കിട്ടുന്ന സാലഡ് ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഉഷാറായി കുക്ക് ചെയ്യാൻ നമ്മളെ കൂടെ കഴിയും. അപ്പോൾ ഇതിവിടെ റെഡി ആയിരിക്കുന്നത് മാഷാ അല്ലാഹ്. അപ്പോൾ അതാണ് കറി, അറബിക് ചിക്കൻ കറി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അറിയുന്നവർ സ്കിപ്പ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല അടിപൊളി കറിയാണ്. ഇത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ലഞ്ചിന്റെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ഒരു കറിയും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് നന്നായി അറിയാം. അപ്പൊ നമ്മുടെ അറബിക് ചിക്കൻ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ ആവി പറക്കുന്ന അറബിക് ചിക്കൻ മസാലയാണ്. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.